ചെറിയ പെങ്ങൾക്കും കുട്ടിയൊക്കെ ഒന്നും നമ്മളവിടെ നോമ്പർപ്പിച്ചലിന് കൂടാൻ കഴിഞ്ഞില്ലല്ലോ. ഓളാണെങ്കിൽ നോമ്പ് ഒന്നും തെളിച്ച് പരലോടത്തേന് ചെന്നെങ്കിലും ഒന്ന് വരികയും ഒഴിവുണ്ടാകുമ്പോൾ നോമ്പറക്കാനെന്ന്. അങ്ങനെ ഞാൻ ചെറിയ സ്വൈവിട്ടപ്പോൾ കിട്ടിയ വണ്ടിക്കൊക്കെ അജ്ജായിട്ടായിട്ട് ഓളെ പേരേക്ക് നോമ്പറക്കാൻ വേണ്ടി പോവുകയാണിട്ടൊന്ന്. പോണ ബൈക്കൊന്ന് വലിയ താത്തൻ്റെ മോളും എൻ്റെ ബേത്തിലെ കയറി കൂടിയിട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ എത്താനായപ്പോൾ ഒരു ബത്തക്കൻ്റെ കണ്ടും 2 ആപ്പിളും വാങ്ങി കജ്ജി പിടിച്ചിട്ടോ. നടന്ന് അവിടെ എത്താനായപ്പോൾ കുട്ടികളിതാ ബാതിൽക്കൊടിയിൽ ഇങ്ങനെ കാത്തിക്കുകയാണ് കേട്ടോ നമ്മളെ. ആദ്യം ഞാൻ വിചാരിച്ചതിനെ പറയാതെ പോകാൻ നേരിട്ടോ. പിന്നെ വിചാരിച്ച് പറയാതെ പോയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ പത്തിരറ്റ് ഉണ്ടാക്കിയില്ലെങ്കിലോ നോമ്പറക്കണ നേരത്തെ മേപ്പെട്ട വെക്കേണ്ടി വരില്ല വിചാരിച്ചിട്ടോ. അങ്ങനെ വിളിച്ച് പറഞ്ഞാട്ട് തന്നെയാണ് പോയത്. ഞാൻ പോയപ്പോൾ ഓളവിടെ വെള്ളപ്പം ചുടുന്ന തിരക്കിലാട്ടോ. നമ്മളെ കണ്ടപ്പം തന്നെ കുട്ടികൾക്കൊക്കെ നല്ല ഊറ്റായും ചെയ്തതാണ് കേട്ടോ. വെള്ളപ്പം നൂൽപുട്ടൊന്നും നമ്മളാടെ അധികം ഉണ്ടാക്കുകയല്ല കേട്ടോ. ഇച്ചേതായിട്ട് ഇത് കണ്ടപ്പോൾ നല്ല ഊറ്റായിന് കേട്ടോ. ഇനി നോമ്പറക്കണ നേരത്തെ തിന്നാൽ മതിയല്ലോ. ബാപ്പയാണെങ്കിൽ കാര്യമായിട്ടോ ജ്യൂസൊക്കെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. വെള്ളപ്പം ചുടലൊക്കെ കഴിഞ്ഞാൽ പിന്നത്തെ ഒരു കായം കലക്കിയാട്ടോ ഓളിതാ മുളക് ബജി ഉണ്ടാക്കാൻ വേണ്ടി ഒരുങ്ങ കേട്ടോ. എന്നും സമൂസയും പഴംപൊരിയും കട്ട്ലേറ്റും ഒക്കെ എന്നല്ല തിന്നല്. ഇന്നിപ്പോൾ മുളക് ബജി തിന്ന് നോക്കുകയെന്ന് അറിഞ്ഞിട്ടോ. അങ്ങോട്ട് പിന്നെ ആ വലിയ മോഡൽ പച്ചവെള്ളിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് എടുക്കണേ. അവിടുത്തെ ബെൽപ്പം പാകാക്കാൻ വേണ്ടി ഇങ്ങനെ എരിഞ്ഞിട്ടോ. അതിൻ്റെ ഉള്ളിലത്തെ മുഴുവൻ കളഞ്ഞണേ കുരും ചൊളിയൊക്കെ. ചെറിയറ്റൊക്കൊന്നും അധികം എരിവ് പറ്റൂലല്ലോ. പിന്നെ നേരത്തെ കലക്കിച്ച കായത്തിൽ നമ്മളെ മുളക് ചേക്ക് അങ്ങനെ മുക്കിയായിട്ട് വെളിച്ചെണ്ണയിലിട്ട് പൊരിച്ചാലെടുത്തിട്ടോ. കുട്ടികളൊക്കെ ആണെങ്കിൽ വീതനമേ കയറിയായിട്ട് നോക്കി നിൽക്കുന്നുണ്ട്. എത്താപ്പം വെച്ച് പച്ചോള് പൊരിച്ചെന്ന് അറിഞ്ഞാട്ട് കിട്ടിയ ഗ്യാപ്പിൽ ഞങ്ങൾ അതിൻ്റെ ഇടയിൽ ഒരു സെൽഫി എടുത്തിട്ടോ. മുളക് ബജിൻ്റെ കായം ബാക്കി എന്നുകൊണ്ട് ഇതാ ബാക്കിയുള്ളതെന്ന് കാട്ടിലില്ല വിചാരിച്ചായിട്ട് അവിടെ ഉണ്ടായതിന് കാടമ്പഴ എടുത്തായിട്ട് പീങ്ങിട്ടോ. അങ്ങനെ മുളക് ബജി ചുടുന്നതിൻ്റെ ഇടയിൽ കൂടെ ഞാനും വാങ്ങിയായിട്ട് ചുട്ടോക്കിട്ടോ. എത്താപ്പത്തിൻ്റെ മട്ടം എന്ന് അറിയണമല്ലോ വിചാരിച്ചായിട്ട് വേഗം ചുട്ടോട് ബാങ്ക് കൊടുക്കാനായെന്ന് പെങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ടിട്ടോ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന്. അങ്ങനെ ആ ചുടലൊക്കെ കഴിഞ്ഞാൽ പിന്നെ നേരെ കാടമുട അച്ചയൊക്കെ ചുട്ടെടുത്തിട്ടാവും. അങ്ങനെ ആ ബജിയും റെഡി ആയിട്ടോ. കൊലായ്മലൂടെ ഏതോ ഒരു തീവണ്ടി വരുന്ന വെച്ചിട്ടായിട്ട് ഞങ്ങളെല്ലാവരും പാഞ്ഞ് പോയോക്കിയിട്ട് അടുക്കളയെന്ന് ഐറ്റങ്ങളെ കണ്ടിട്ട് ടാറ്റ എടുത്തായിട്ട് പറഞ്ഞയച്ചിട്ടോ. പിന്നെ നേരെ അവത്ത് കയറി ഉത്തരനാട്ടിൽ കുട്ടികളെ ഐറ്റങ്ങളെത്ത ഒരു പസ്സിലുണ്ടാവില്ല വെച്ചേക്ക് അങ്ങനെ അട്ടിക്കട്ടിക്ക് വെച്ച് റെഡിയാക്കണ ആ സംഗതി ഇങ്ങോട്ട് നിരത്തിട്ടോ. ഞങ്ങൾക്ക് നന്നാക്കി ഉണ്ടാക്കണം നമുക്ക്. അതാണ് കേട്ടോ അടുത്ത കളി. ഏതായിട്ടും ബാങ്ക് കൊടുക്കാനാകുമ്പോഴത്തിന് നേരം പോക്കുമാണല്ലോ. അങ്ങനെ ഞാനും കൂടി തച്ചേക്കാക്കി ഉണ്ടാക്കിയിട്ട് അവസാനം ഒരു കാട്ടിൻ്റെ ഉള്ളിൽ കുറേ മൃഗങ്ങളുള്ള രീതിയിൽ. പിന്നെ അടുക്കളയിൽ പോയപ്പോൾ ബാപ്പയുടെ ചായയൊക്കെ കാച്ചുണ്ടായിട്ടോ. ബാങ്ക് കൊടുക്കാൻ നേരമായപ്പോഴത്തിന് പിന്നെ ടേബിൾ മേലെ ഓരോ സാധനങ്ങൾ ഞങ്ങൾ നേരത്തെ എടുത്തിട്ടോ. ബത്തക്കുണ്ട്, മുന്തിരിയുണ്ട്, ആപ്പിളുണ്ട്, ഷമാമുണ്ട്, പിന്നെ നമ്മൾ ഉണ്ടാക്കിയ 2 ഐറ്റംസ് ബജി ഉണ്ട്, പിന്നെ കോഴിച്ചാറും ജ്യൂസും വെള്ളപ്പവും ഉണ്ട് കേട്ടോ. അങ്ങനെ ബാങ്ക് കൊടുത്തപ്പം വേഗം കൊട്ടത്താഴത്ത് പോയി കജ്ജൊക്കെ ഇട്ടതാ. ആദ്യം തന്നെ കാരൊക്കെ എടുത്ത് ബിസ്മിൻ ചൊല്ലിയായിട്ട് തിന്ന് നോമ്പറന്നിട്ടോ. പിന്നെ അവനാനും മാണ്ടിയൊക്കെ അവനാനിങ്ങനെ ഓരോരുത്തരായിട്ട് എടുത്ത് തിന്നലെടുത്തിട്ടോ. ഓരോരുത്തരെ കജ്ജ് ഇങ്ങനെ വിരലെടുത്തിയ പല ജാതി പാത്രത്തിക്കും. ഞാനാണെങ്കിൽ ഒരു മുളക് ബജി എടുത്തിട്ടോ. അപ്പോൾ കുട്ടികളൊക്കെ എൻ്റെ കണ്ണക്ക് നോക്കുക കേട്ടോ. എരിയിൽ എറിഞ്ഞിട്ട് ഞാൻ തിന്ന് കാട്ടിയെടുത്തിട്ടോ. അപ്പോൾ ഐറ്റങ്ങൾക്കൊക്കെ ഒരു അന്താളിപ്പിട്ടോ മോന്തമൽ. പിന്നെ ഐറ്റി ഓരോന്നൊക്കെ എടുത്ത് തിന്ന് നോക്കിട്ടോ. പിന്നെ നോക്കുമ്പോൾ അവിടെ തയ്യാത്ത കേസായിട്ടോ. അവസാനം കൊല്ലത്തെ നോമ്പിന് ആദ്യമായിട്ടാണ് കേട്ടോ വെള്ളപ്പും കോഴിക്കറിയും കൂട്ടിയായിട്ട് തിന്നണത്. നമ്മളവിടെ എന്നും വളഞ്ഞ പത്തിരി കല്ലുമേ ഉണ്ടാക്കി വളഞ്ഞ പത്തിരി തന്നെ ഇട്ടുണ്ടായത്. അങ്ങനെ 2 വെള്ളപ്പും കുറച്ച് കടികളും ഒക്കെ തിന്നപ്പോൾ തന്നെ നമ്മളെ പള്ള നിറഞ്ഞിട്ടോ. അൽഹംദുലില്ലാ റാഹത്തായി. പിന്നെ നേരെ ഒന്നുണ്ടാക്കി പോയിട്ട് മഗ്‌രിബ് നിസ്കരിച്ചിട്ടോ.